നമസ്കാരം. നവകേരള സദസ്സിനെതിരായ ഷൂവേറ് പ്രതിഷേധം റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ 24-ലെ മാധ്യമപ്രവർത്തക വിനീത വിജിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. വിചിത്രം എന്ന് മാത്രം വിശേഷിപ്പിക്കാവുന്ന നടപടി. കുറുപ്പംപടി പോലീസിന്റെ നടപടി നിയമപരമായി നേരിടാനാണ് 24-ന്റെ തീരുമാനം. പോലീസ് നീക്കത്തെ അതിരൂക്ഷമായി വിമർശിച്ച് പൊതുസമൂഹവും രാഷ്ട്രീയ നേതൃത്വവും രംഗത്തെത്തുന്നതും ഇന്ന് നമ്മൾ കണ്ടു. ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് അടിച്ചു തകർത്ത ഡിവൈഎഫ്ഐ നേതാവിനെ പോലീസിന്റെ കയ്യിൽ നിന്ന് CPIM പ്രവർത്തകർ മോചിപ്പിച്ചു കൊണ്ടുപോയി. നവകേരള സദസ്സ് സമാപിക്കാൻ ഒരു ദിവസം മാത്രം ശേഷിക്കെ ഇന്നും കയ്യാങ്കളികളും ഭരണപ്രതിപക്ഷ വാക്പോരും വാർത്തകളിൽ നിറഞ്ഞു. ഇതൊക്കെ വളരെ വിശദമായി പരിശോധിക്കാം. വാർത്താമഴ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വാർത്തയ്ക്ക് വിലക്ക്. മുഖ്യമന്ത്രിക്കെതിരായ ഷൂവേറ് പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത 24 റിപ്പോർട്ടർ വിനീത വിജിക്കെതിരെ കേസെടുത്ത് പോലീസ്. ക്രിമിനൽ ഗൂഢാലോചന ഉൾപ്പെടെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. അതേസമയം വിനീത വിജിക്കെതിരായ പോലീസ് നടപടിയെ നിയമപരമായി നേരിടുമെന്ന് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ വ്യക്തമാക്കി. കാണാം ലീഡ് സ്റ്റോറി. നവകേരള സദസ്സിന്റെ എറണാകുളത്തെ പര്യടനത്തിനിടെ നടന്ന ഈ KSU പ്രതിഷേധം റിപ്പോർട്ട് ചെയ്തതാണ് മഹാ അപരാധമായി മാറിയത്. മുഖ്യമന്ത്രിക്കും മന്ത്രിസംഘത്തിനും നേരെ ഷൂവേറ് നടന്നിടത്ത് വിനീതയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നെന്ന് ചൂണ്ടിക്കാട്ടി ആദ്യം ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകി. പിന്നാലെ വിനീത വിജിയെ 5ാം പ്രതിയാക്കി ഇന്ന് കേസെടുത്ത കുറുപ്പംപടി പോലീസ് ക്രിമിനൽ ഗൂഢാലോചന കുറ്റമടക്കം ഗുരുതര വകുപ്പുകൾ ചുമത്തി ഉച്ചയോടെ മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതിനിടെ വിനീത വിജിക്കെതിരായ പോലീസ് നടപടിയെ നിയമവഴിയിൽ നേരിടുമെന്ന് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ വ്യക്തമാക്കി. ഇത്തരം പോലീസ് സേന, കേരളത്തിലെ പുഴുക്കുത്തേൽക്കുന്ന ഇത്തരം പോലീസ് സേനയിലുള്ള ആളുകളെ ഒറ്റപ്പെടുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണം. മാത്രമല്ല ഈ 120B ഇട്ട് ഞങ്ങളുടെ മാധ്യമപ്രവർത്തകരെ വളരെ അപഹസിക്കാനും അപലപിക്കാനും അവരുടെ മുഖത്ത് കരിവാരി തേക്കാനും ശ്രമിച്ച ഈ പോലീസ് ഓഫീസർ ആരായാലും അയാൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് മാത്രമല്ല ഞങ്ങൾ അയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും. കാരണം ഞങ്ങൾ കോടതിക്ക് പോയിക്കോളാം. ഞങ്ങൾക്ക് പോലീസ് സേനയുടെ സഹായം ഇക്കാര്യത്തിൽ ആവശ്യമില്ല. KSU പ്രവർത്തകരുടെ ഫോണിലേക്ക് മാധ്യമപ്രവർത്തക നിരവധി തവണ വിളിച്ചെന്നും ഗൂഢാലോചനയ്ക്ക് ഇതാണ് തെളിവെന്നും പരിഹാസ്യമായ വാദം കുറുപ്പംപടി പോലീസ് അധിക റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. നേരത്തെ പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതി പോലീസിനെ രൂക്ഷ വിമർശനത്തോടെ നേരിട്ട വധശ്രമമടക്കമുള്ള വകുപ്പുകളും മാധ്യമപ്രവർത്തകർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ നവകേരള സദസ്സ് അവസാനിക്കുമ്പോൾ മാധ്യമങ്ങളുടെ നാവരിയുക കൂടിയാണ് സർക്കാരും പോലീസും. 24 കൊച്ചി. പ്രതിപക്ഷ യുവജന സംഘടനകളുടെ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത 24 റിപ്പോർട്ടർ വിനീത വിജിയുടെ പേരിൽ കേസെടുത്ത സംഭവത്തിൽ വ്യാപകമായ പ്രതിഷേധവും ഉയരുന്നുണ്ട്. നടപടി അപലപനീയം എന്നായിരുന്നു KUWJയുടെ പ്രതികരണം. മാധ്യമ സ്വാതന്ത്ര്യം പിണ്ടം വെച്ച് പിണറായി സർക്കാർ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ പറഞ്ഞു. കേരളത്തിൽ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു എന്നായിരുന്നു K സുരേന്ദ്രന്റെ പ്രതികരണം. സംസ്ഥാനത്ത് രാജഭരണമെന്ന് NK പ്രേമചന്ദ്രൻ MP-യും കുറ്റപ്പെടുത്തി. വാർത്ത റിപ്പോർട്ട് ചെയ്ത 24 റിപ്പോർട്ടർ വിനീത വിജിയുടെ പേരിൽ കേസെടുത്ത നടപടി മാധ്യമ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമെന്ന KUWJ സംസ്ഥാന സെക്രട്ടറി ആർ കിരൺ ബാബു പറഞ്ഞു. ഇത് കൃത്യമായും തന്നെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. മാധ്യമ പ്രവർത്തകർ സാധാരണഗതിയിൽ നാട്ടിൽ നടക്കുന്ന അക്രമ സംഭവങ്ങളും ഇത്തരം സംഭവങ്ങളും എല്ലാം റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ പേരിൽ അതിന് ഗൂഢാലോചനയിൽ പങ്കാളിയാണ് അല്ലെങ്കിൽ ആ ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളിയാണ് എന്ന് പറയുന്നത് നഗ്നമായ രീതിയിൽ തന്നെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള ലംഘനമാണ്. ഇതിൽ കേരള പത്രബോധ യൂണിയൻ ശക്തമായി തന്നെ പ്രതിഷേധിച്ചു. നടപടി ജനാധിപത്യ വിരുദ്ധവും മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നതാണെന്നും KPCC അധ്യക്ഷൻ K സുധാകരൻ MP പറഞ്ഞു. ജോലി ചെയ്തതിന്റെ പേരിൽ കേസെടുത്തത് അംഗീകരിക്കാനാവില്ലെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം പ്രതികരിച്ചു. സ്വന്തം പാർട്ടിക്കാർ കൊലപാതകം നടത്തിയാൽ പോലും രക്ഷപ്പെട്ടു പോരുക, മറ്റുള്ളവർ ദൃക്സാക്ഷികളായാൽ പോലും അവരെ പ്രതികളാക്കുക, ജനങ്ങൾക്ക് അറിയേണ്ടത് അവരെ അറിയിക്കാൻ ബാധ്യസ്ഥരായ മാധ്യമ പ്രവർത്തകർ ആ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ ഭരണഘടനാപരമായ മനുഷ്യത്വപരമായ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ അതിനെതിരെ കേസെടുക്കുക. സംസ്ഥാനത്ത് രാജഭരണമാണ് നടക്കുന്നതെന്ന് RSP നേതാവ് NK പ്രേമചന്ദ്രൻ.
കൊലപാതക ശ്രമത്തുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാധ്യമ പ്രവർത്തകയ്ക്കെതിരായി 24 ന്യൂസിൻ്റെ എറണാകുളം റിപ്പോർട്ടർ കൂടിയായിട്ടുള്ള വിനീതയ്ക്കെതിരായിട്ടുള്ള കേസ് ജനാധിപത്യത്തോടുള്ള ഏറ്റവും കനത്ത അവഹേളനമാണ്. മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തോട് നിർദ്ദേശിക്കാനായിട്ടുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത ആളുകളോട് സൂചിപ്പിക്കാനായിട്ടുള്ള, അടിയന്തരമായി നവകേരള സദസ്സ് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനോനില ഏതെങ്കിലും കൊള്ളാവുന്ന ആശുപത്രിയിൽ പോയി കൊള്ളാവുന്ന ഡോക്ടറെ കണ്ട് കൊള്ളാവുന്ന പരിശോധന നടത്തുന്നത് നന്നായിരിക്കും. പോലീസ് നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകൻ CL തോമസും പ്രതികരിച്ചു. ഇത് വളരെ വിചിത്രമായ ഒരു വാദമാണ്. ജോലി ചെയ്യാൻ അനുവദിക്കില്ല എന്ന് മാത്രമല്ല, ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള ശുദ്ധമായ നഗ്നമായ കടന്നുകയറ്റമാണ്. കേരളത്തിൽ ചങ്ങലയ്ക്ക് ഭ്രാന്തി പിടിച്ചിരിക്കുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. ചൈനയിലെയും ക്യൂബയിലെയും കമ്മ്യൂണിസ്റ്റ് ഏകാധിപതികളെ പോലെയാണ് പിണറായി വിജയൻ പെരുമാറുന്നതെന്നും K. സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. നവകേരള സദസ്സിനെതിരെ ഇന്നും പ്രതിഷേധം. നവകേരള സദസ്സ് സമാപിക്കാൻ ഒരു ദിവസം മാത്രം ശേഷിക്കെ ആരോപണങ്ങൾക്ക് മൂർച്ച കൂട്ടുകയാണ് ഭരണപ്രതിപക്ഷ ക്യാമ്പുകൾ. പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധത്തിലെ അക്രമങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ വിമർശനം. നവകേരള സദസ്സിനോട് UDF-നല്ല കേരളത്തിനൊന്നാകെ അലർജിയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുറന്നടിച്ചു. യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രതിഷേധങ്ങളാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇന്ന് ആയുധമാക്കിയത്. UDF നേതൃത്വത്തിന്റെ ആക്രമണ മനോഭാവമാണ് പ്രതിഷേധങ്ങളിൽ പ്രതിഫലിച്ചതെന്ന് മുഖ്യമന്ത്രി. നവകേരള സദസ്സിൻ്റെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള നൂറുകണക്കിന് ബോർഡുകളും ബാനറുകളും എല്ലാം പരസ്യമായാണല്ലോ തകർക്കുന്ന നിലയെടുത്തത്. സാധാരണഗതിയിൽ നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിന് തന്നെ ചേരാത്തൊരു നടപടിയാണ്. ഒരു സാമൂഹ്യ വിരുദ്ധ മനോഭാവത്തോടെയാണല്ലോ കാര്യങ്ങൾ നീക്കുന്നത്. കലാപത്തിനുള്ള ബോധപൂർവ ശ്രമമാണ് പ്രതിപക്ഷം നടത്തുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഭരണകൂട വ്യവസ്ഥയെ, ഭരണഘടനാപരമായ അധികാരാവകാശങ്ങൾ പ്രയോഗിക്കാൻ ശേഷിയുള്ള ഭരണ സംവിധാനത്തെ കടന്നാക്രമിക്കും എന്ന നിലപാട് ജനാധിപത്യത്തിന് നേരെയുള്ള അതിശക്തിയായ കടന്നാക്രമണമാണ്. കേരളത്തിനൊന്നാകെ നവകേരള സദസ്സിനോട് അലർജി എന്നായിരുന്നു ഭരണ വിമർശനങ്ങൾക്ക് VD സതീശന്റെ മറുപടി. നവകേരള സദസ്സിനോട് പ്രതിപക്ഷത്തിന് അലർജിയാണെന്നാണ്. അത് ശരിയാണ്. പ്രതിപക്ഷത്തിനല്ല, കേരളത്തിലെ ജനങ്ങൾക്കാണ് അലർജിയായത്. അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് പ്രതിപക്ഷ നേതാക്കൾ ഇന്നും ആവർത്തിച്ചു. ക്ഷമയുടെ നെല്ലിപ്പലക ചവിട്ടിയതാ. ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ട് അടിക്കും എന്ന് ചോരത്തിളപ്പുള്ള ചെറുപ്പക്കാർ പറഞ്ഞാൽ അത് പറഞ്ഞത് തന്നെ. വാക്പോരും പ്രതിഷേധങ്ങളും സംഘർഷവും രൂക്ഷമായി തുടരുന്നതിനിടെ നവകേരള സദസ്സിന് നാളെ വട്ടിയൂർക്കാവിൽ സമാപനമാകും. 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചതിന് തിരുവനന്തപുരം കാട്ടാക്കടയിൽ DYFI പ്രവർത്തകർ യൂത്ത് കോൺഗ്രസുകാരെ വളഞ്ഞിട്ട് ആക്രമിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലെ വാഹനം ഇടിച്ചു എന്നും ആരോപണം. ആറ്റിങ്ങലിൽ യൂത്ത് കോൺഗ്രസ് DYFI പ്രവർത്തകരുടെ വീടിന് നേരെയും ആക്രമണമുണ്ടായി. നവകേരള സദസ്സിന്റെ സമാപന ദിവസമായ നാളെ യുവമോർച്ച സെക്രട്ടേറിയറ്റിലേക്കും കോൺഗ്രസ് DGP ഓഫീസിലേക്കും മാർച്ച് നടത്തും. കാട്ടാക്കട മണ്ഡലത്തിൽ നിന്ന് അരുവിക്കരയിലേക്ക് പോവുകയായിരുന്ന നവകേരള ബസ്സിന് നേരെയായിരുന്നു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധം. കടകളിൽ ഒളിച്ചിരുന്ന പ്രതിഷേധക്കാർ ബസ്സിന് മുന്നിലേക്ക് ചാടി വീണു. പിന്നാലെ DYFI പ്രവർത്തകർ കൂട്ടമായെത്തി പ്രതിഷേധക്കാരെ മർദ്ദിച്ചു. കമ്പുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. പോലീസ് എത്തിയാണ് സംഘർഷം അവസാനിപ്പിച്ചത്. ഇതിനിടെ കോൺഗ്രസിന്റെ കാട്ടാക്കട ബ്ലോക്ക് സെക്രട്ടറി ആൻസല ദാസിന് പോലീസ് വാഹനമിടിച്ച് പരിക്കേറ്റു. കരിങ്കോട് കാണിച്ച് മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയി. അത് കഴിഞ്ഞപ്പം അവിടെ DFIക്കാർ അടി തുടങ്ങി. പടി കിട്ടാതിരിക്കാൻ വേണ്ടി കുനിഞ്ഞതും ഈ വണ്ടി വന്ന് ഇടിച്ചത് വന്നിട്ട്. കുറ്റിച്ചിലും മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. ആറ്റിങ്ങലിൽ നവകേരള യാത്ര കടന്നുപോയ ശേഷം തുടർച്ചയായി ആക്രമണങ്ങളുണ്ടായി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുഹൈലിന്റെ വീടും വാഹനവും DYFIക്കാർ ആക്രമിച്ചു. മണിക്കൂറുകൾക്കുള്ളിൽ ആറ്റിങ്ങൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജാമിന്റെയും വീട് ആക്രമിച്ചു. 24 തിരുവനന്തപുരം.
നവകേരള സദസ്സ് തിരുവനന്തപുരം ജില്ലയിൽ പുരോഗമിക്കുന്നതിനിടെ പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം കനക്കുകയാണ്. നേമത്ത് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ തലയ്ക്ക് പരിക്കേറ്റു. നെയ്യാറ്റിൻകരയിൽ കരിങ്കൊടി കാണിക്കാനെത്തിയ യുവമോർച്ച പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി. പരശുവയ്ക്കലിൽ BJP പ്രവർത്തകർ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചു. BJP പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. പ്രവർത്തകരെ പോലീസുകാർ തടി ഉപയോഗിച്ച് അടിച്ചു എന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. അല്ലമീൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത്. അല്ലമീൻ, രാത്രിയിലും സംഘർഷ സാഹചര്യം നേമത്തും നെയ്യാറ്റിൻകരയിലും കണ്ടത് എന്താണ് അല്ലമീൻ? ഇടങ്ങളിൽ മുഖ്യമന്ത്രിക്ക് നവകേരള സദസ്സിന്റെ പരിപാടി ഉണ്ടായിരുന്നു. ആ കേന്ദ്രങ്ങളിലെല്ലാം വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. ഏറ്റവും ഒടുവിൽ തലസ്ഥാനത്ത് ഇന്നത്തെ പരിപാടി പാറശാലയിലാണ് സമാപിച്ചത്. പാറശാലയിൽ പരിപാടി കഴിഞ്ഞ് മുഖ്യമന്ത്രി മടങ്ങി വരവെ നേമത്ത് വെച്ചാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായത്. മുഖ്യമന്ത്രി കടന്നു പോകുമ്പോൾ മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നതിനായി ഒരു വിഭാഗം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രി വാഹനം കടന്നു വന്നപ്പോൾ തന്നെ അപ്രതീക്ഷിതമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചാടിയിറങ്ങി കരിങ്കൊടി കാണിക്കുകയായിരുന്നു. ആ കരിങ്കൊടിയൊക്കെ നമുക്കിപ്പോൾ റോഡിൽ ചിന്നിച്ചിതറി കിടക്കുന്നത് കാണുകയും ചെയ്യാം. ഇതിന് പിന്നാലെയാണ് അതിനെ പ്രതിരോധിക്കുന്നതിന് അഭിവാദ്യം അർപ്പിക്കാനായി എത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ തിരിയുന്നു. അവസാനം കൂട്ടയടിയുടെ ദൃശ്യമാണ് നേമത്ത് അല്പം മുമ്പ് കണ്ടത്. പോലീസ് നന്നേ പ്രയാസപ്പെട്ടാണ് ഇരു കൂട്ടരെയും രണ്ട് ഭാഗത്തേക്ക് മാറ്റിയത്. ഇതിനിടയിൽ യൂത്ത് കോൺഗ്രസുകാർ പോലീസിന്റെ ലാത്തി പിടിച്ചു വാങ്ങി ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിലും വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടാകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അങ്ങനെ മുഖ്യമന്ത്രി കടന്നുപോയിട്ടും നേമത്തേറെ നേരം സംഘർഷ അന്തരീക്ഷമായിരുന്നു. പിന്നീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ഇവിടെ നിന്ന് പിരിച്ച് വിടുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നെയ്യാറ്റിൻകര ഭാഗത്തും പാറശാല ഭാഗത്തും യുവമോർച്ച പ്രവർത്തകരും BJP പ്രവർത്തകരും മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധവുമായി രംഗത്തേക്ക് വന്നിരുന്നു. ഡിവൈഎഫ്ഐ യുവമോർച്ച പ്രവർത്തകർ തമ്മിൽ സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് കാട്ടാക്കടയിലും കുറ്റിച്ചലിലും സമാനമായ രീതിയിൽ വലിയ പ്രതിഷേധങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ ഉയരുകയും ചെയ്തിരുന്നു. നാളെ നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. KPCCയുടെ DGP ഓഫീസ് മാർച്ച് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ യുവമോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കുന്നുണ്ട്. ഇത്തരം പ്രതിഷേധങ്ങളെ പ്രതിരോധിക്കുമെന്ന് ഭരണപക്ഷ യുവജന സംഘടനകൾ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ ഒരു സംഘർഷ അന്തരീക്ഷം തലസ്ഥാനത്ത് ഉടലെടുത്തിട്ടുണ്ട്. അതിന്റെ സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും പോലീസ് ജില്ലയിലൊട്ടാകെ ഒരുക്കിയിട്ടുണ്ട്. റിജിത്ത്, അല്ലമീൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഗൺമാനും അകമ്പടി സേനയും ചേർന്ന് തല്ലിച്ചതച്ച സംഭവത്തിൽ ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല KSU നേതാവ് AD തോമസിന്റെ കുടുംബത്തിന്. കൊട്ടേഷൻ സംഘങ്ങളെ പോലെയാണ് മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ പെരുമാറിയതെന്ന് കുടുംബം 24നോട് പറഞ്ഞു. KSU ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് AD തോമസിനും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ്ക്കുമാണ് ക്രൂരമായി മർദ്ദനമേറ്റത്. സംഭവത്തിൽ നീതി തേടി കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് ഇരുവരും. നവകേരള യാത്രയ്ക്കെതിരെ പ്രതിഷേധിച്ചതിനാണ് പോലീസ് പിടിച്ചു മാറ്റിയിട്ടും പിന്നാലെ എത്തിയ ഗൺമാൻ അനിൽ കല്ലിയൂരും സംഘവും ക്രൂരമായി തല്ലിച്ചതച്ചത്. ലാത്തിയേക്കാൾ നീളമുള്ള വടി ഉപയോഗിച്ച് തലയ്ക്ക് നേരെയായിരുന്നു അടി. പെട്ടെന്നുള്ള ആക്രമണത്തിൽ ഇരുവരും നിലത്തു വീണു. AD തോമസിന്റെ തല പൊട്ടി. 4 തുന്നിക്കെട്ടലുകളാണുള്ളത്. അടി തടഞ്ഞ അജയുടെ ഇടത് കൈയുടെ അസ്ഥിക്ക് പൊട്ടലുമുണ്ട്. നമ്മളെ കൊന്നുകളയുമടാ എന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അടിച്ചത്. ആ ആദ്യത്തെ അടിയിൽ തന്നെ നമ്മളെ തലപൊട്ടി രക്തം വരുന്നുണ്ട്. നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള അടിയായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു യാചനാ സ്വരത്തിൽ തന്നെ ഞങ്ങളിവിടെ പറയുന്നുണ്ട്. ആ സമയത്തെ സാഹചര്യത്തിൽ നമ്മൾ പറഞ്ഞത് അടിക്കരുതെന്ന് പറയുമ്പോൾ പോലും നമ്മുടെ തല ലക്ഷ്യമാക്കി ഈ അനിലും സന്ദീപും പിന്നെ ഈ സഫാരി സ്യൂട്ട് ധരിച്ച ഉദ്യോഗസ്ഥരും ചേർന്ന് അടിക്കുന്നുണ്ട്. അത് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഒരിക്കലും ഇനി ആരോടും അത് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണെന്നാണ് വിശ്വസിക്കുന്നത്. ആലപ്പുഴ മാരാരിക്കുളത്ത് മത്സ്യത്തൊഴിലാളിയായ ഡൊമിനിക്കിന്റെ മൂത്ത മകനാണ് AD തോമസ്.
മകനെ തെരുവിൽ തല്ലിച്ചതച്ചതിന്റെ വേദന ഇപ്പോഴും മനസ്സിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. അത് സ്വന്തം മക്കൾക്ക് സംഭവിക്കുമ്പോൾ ഓരോരുത്തർ മാതാപിതാക്കൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകത്തുള്ളൂ. ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ച് എന്തും ഭയപ്പെട്ടു എന്ന് നമുക്ക് മാത്രമേ അറിയാവുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ഭയപ്പെട്ടു പോയി അയാളുടെ ഇട്ട് അടിക്കണ കാണുമ്പോൾ പുറകുന്നുള്ള അടിയില്ല, തലക്കല്ലേ അടിക്കുന്നത്. തോമസിന്റെ അമ്മ അക്കാമ്മയ്ക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് ഇതാണ്. അടി എല്ലാവരും കണ്ടതല്ലേ, അപ്പോൾ വലിയൊരു നികൃഷ്ടമായ രീതിയിലുള്ള അടിയാണ് അടിക്കുന്നത്. അപ്പോൾ ആർക്കും നിൽക്കേണ്ടത്. ഇപ്പോൾ എൻ്റെ പോലുള്ള അമ്മമാർ വന്നിട്ട് സാരമില്ല സമയം എന്നോട് ചോദിക്കാൻ ബുദ്ധിമുട്ടായിട്ട് ചോദിക്കാതെ പോകുന്നവരുവരുണ്ട്. എന്താണ് എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി ചോദിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു കുഞ്ഞിനും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത്. മർദ്ദനത്തിൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിട്ടും കേസെടുക്കാത്തതിനാൽ ഇനി നീതി തേടി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഇരുവരും. തലയ്ക്കടിച്ചതടക്കം മുഖ്യമന്ത്രിയുടെ ഗൺമാനും സംഘവും തല്ലിച്ചതച്ചത് പോലീസിന്റെ സാധാരണ നടപടിയെന്നാണ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് സൗത്ത് പോലീസ് കൊടുത്ത റിപ്പോർട്ട്. വിദ്യാർത്ഥി സമരങ്ങളിൽ ഇത്തരത്തിൽ ക്രൂരമർദ്ദനത്തിനിരയായ നിരവധി ആളുകൾ നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ ആ കാലമൊക്കെ കഴിഞ്ഞില്ലേ? ജനാധിപത്യത്തിൽ പ്രതിഷേധങ്ങളോട് എന്തിനാണ് ഇത്ര അസഹിഷ്ണുത? മനീഷ് മഹിവാൽ, 24 ആലപ്പുഴ. വാർത്താമഴയിലേക്ക് വീണ്ടും. ചാലക്കുടിയിൽ SFI DYFI പ്രവർത്തകർ പോലീസ് ജീപ്പ് അടിച്ചു തകർത്തു. ITIയിലെ യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ ആഘോഷ പ്രകടനത്തിനിടയിലാണ് ജീപ്പ് തല്ലിപ്പൊളിച്ചത്. അക്രമിയെ അറസ്റ്റ് ചെയ്യുന്നതിനിടെ CPIM നേതാക്കളെത്തി പ്രതിയെ മോചിപ്പിച്ചു. സംഭവത്തിൽ 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ഏതാനും ദിവസമായി ചാലക്കുടി ITയിൽ SFI ABVP തർക്കം നിലനിന്നിരുന്നു. അതിൽ പോലീസ് ഇടപെട്ടതാണ് പ്രകോപനത്തിന് കാരണം. ഇന്ന് കോളേജിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച SFI പ്രവർത്തകരും സ്ഥലത്തെ DYFI നേതാക്കളും ചേർന്ന് നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ഇതിനിടെയുണ്ടായ തർക്കത്തെ തുടർന്നാണ് ജീപ്പിന് മുകളിൽ കയറി നിന്ന തല്ലിപ്പൊളിച്ചത്. ഈ സമയം 2 പോലീസുകാരാണ് ജീപ്പിലുണ്ടായിരുന്നത്. DYFIയുടെ നേതാവ് നിതിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. ആക്രമിച്ചവരെ അറസ്റ്റ് ചെയ്യാൻ വൻ പോലീസ് സംഘം സ്ഥലത്തെത്തി. ഇതോടെ CPIM നേതാക്കൾ വിഷയത്തിൽ ഇടപെട്ടു. പോലീസ് കസ്റ്റഡിയിലെടുത്ത നിതിനെ CPIM നേതാക്കൾ തന്നെ മോചിപ്പിച്ചു. അതിനിടെ പോലീസ് ലാത്തി വീശി. ഇതോടെ നിതിൻ രക്ഷപ്പെട്ടു. പിന്നാലെ DYSPയുടെ നേതൃത്വത്തിൽ SFI പ്രവർത്തകർ താമസിച്ച വീട് പോലീസ് പരിശോധിച്ചു. വീണ്ടും വാക്കുതർക്കവും DYSPക്ക് നേരെ കയ്യേറ്റ ശ്രമവും. പിന്നാലെ പോലീസ് വീണ്ടും ലാത്തി വീശി. സംഭവത്തിൽ 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. CPM നേതാക്കളെ പോലീസ് മർദ്ദിച്ചെന്നാരോപിച്ച പ്രവർത്തകർ പ്രകടനം നടത്തി. സ്ഥലത്ത് കൂടുതൽ പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. 24 തൃശൂർ. ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനായി സഞ്ജയ് കുമാർ സിംഗിനെ തെരഞ്ഞെടുത്തതിൽ പ്രതിഷേധിച്ച് ഗുസ്തി താരം ബജ്രംഗ് പൂനിയ പത്മശ്രീ തിരികെ നൽകി. തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ ബജ്രംഗ് പൂനിയയോട് ആവശ്യപ്പെടുമെന്ന് കായിക മന്ത്രാലയം വ്യക്തമാക്കി. സാക്ഷി മാലിക്കിന്റെ വിരമിക്കൽ ദൗർഭാഗ്യകരമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. സാക്ഷി മാലിക്കിന്റെ അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപനത്തിന് പിന്നാലെ തനിക്ക് ലഭിച്ച പത്മശ്രീ തിരികെ നൽകിയിരിക്കുകയാണ് ഗുസ്തി താരം ബജ്രംഗ് പൂനിയയും. സമൂഹമാധ്യമങ്ങളിലൂടെയാണ് ഇക്കാര്യം താരം അറിയിച്ചത്. തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ ബജ്രംഗ് പൂനിയയോട് ആവശ്യപ്പെടുമെന്ന് കായിക മന്ത്രാലയം അറിയിച്ചു. സാക്ഷി മാലിക്കിന്റെ വിരമിക്കലിൽ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. ഒരു താരത്തെ നഷ്ടമായതിന് ഉത്തരവാദി സർക്കാരെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. If there is anybody responsible for India losing a medal-winning athlete from competing, it is the government and their careless attitude. And they are actually responsible for this and they are answerable. ഒളിമ്പിക്സ് മെഡൽ ജേതാവിന് നീതി ലഭിച്ചില്ലെങ്കിൽ മറ്റുള്ളവർക്ക് എങ്ങനെ നീതി ലഭിക്കുമെന്ന് ബോക്സിംഗ് താരം വിജേന്ദർ സിംഗ്. बस मेरे 1-2 छोटे-छोटे सवाल हैं कि अगर ये आपकी किसी माँ बहन बेटी के साथ हुआ होता, क्या तब भी आप लोग ऐसे ही चुप रहते? या मोदी सरकार तब भी ऐसे ही चुप रहती? സാക്ഷി മാലിക് ചെയ്യേണ്ടത് വീണ്ടും മത്സരത്തിൽ പങ്കെടുത്ത് കരുത്തു തെളിയിക്കുകയാണെന്നും തെരഞ്ഞെടുപ്പ് ഫലം എല്ലാവരും അംഗീകരിക്കണമെന്നും ഗുസ്തി ഫെഡറേഷൻ മുൻ സെക്രട്ടറി പ്രസൂദ് പ്രതികരിച്ചു. സാക്ഷി മാലിക് ചെയ്യേണ്ടത് ഇനിയും പ്രാക്ടീസ് ചെയ്ത് ഞാനിതാ ഇന്ത്യൻ ചാമ്പ്യനാണ്, വീണ്ടും ഞാനിതാ ഏഷ്യൻ ചാമ്പ്യനാണ്, വീണ്ടും തെളിയിച്ച് കാണിക്കുക. അതാണ് ചെയ്യേണ്ടത്. ഒരാൾ വിരമിച്ചാലും അല്ലെങ്കിൽ അയാളുടെ പെർഫോമൻസ് കുറഞ്ഞാലും വീണ്ടും തിരിച്ചു വരുന്ന ഒരുപാട് ചരിത്രങ്ങൾ നമുക്കുണ്ട്. സാക്ഷി മാലിക്കിന്റെ അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപനത്തിൽ ഇതുവരെ കേന്ദ്ര കായിക മന്ത്രി പോലും പ്രതികരിച്ചിട്ടില്ല എന്നത് ദൗർഭാഗ്യകരം എന്നാണ് പ്രതിപക്ഷ നേതാക്കളുടെ ആരോപണം. 24 ഡൽഹി. ഗവർണർ SFI പോര് രൂക്ഷമാകുന്നതിനിടെ കാലിക്കറ്റ് സർവകലാശാല ഇന്നും സംഘർഷഭരിതം. ചാൻസലർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങളെ സെനറ്റ് യോഗത്തിൽ തടഞ്ഞതിൽ പ്രതിഷേധിച്ച് വൈസ് ചാൻസലറുടെ വസതിയിലെ ABVP നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർ മതിൽ ചാടിക്കടന്ന് വൈസ് ചാൻസലറുടെ വസതിക്കുള്ളിലെത്തി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി.
കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുമെന്നായിരുന്നു അറിയിപ്പ്. ഇത് മുന്നിൽ കണ്ട് പോലീസ് ഓഫീസിന് മുന്നിൽ നിലയുറപ്പിച്ചു. 12 മണിയോടെ വൈസ് ചാൻസലർ ഓഫീസിൽ നിന്നിറങ്ങിയതോടെ ഇനി പ്രതിഷേധമുണ്ടാകില്ലെന്ന് പോലീസ് കരുതി. ഈ സമയം ഉദ്യോഗസ്ഥരുടെ കണ്ണുവെട്ടിച്ച് ABVP പ്രവർത്തകർ VC-യുടെ വസതിക്ക് മുന്നിലേക്ക്. ചുരുങ്ങിയ പ്രവർത്തകരെ മാത്രം കണ്ടതോടെ പോലീസ് അലംഭാവം കാണിച്ചു. ഇതിനിടെ ABVP സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി യദുകൃഷ്ണൻ ഉൾപ്പെടെ 4 പേർ മതിൽ ചാടി വസതിക്കുള്ളിലേക്ക്. പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പത്മശ്രീ ജേതാവ് ബാലൻ പൂതേരി ഉൾപ്പെടെയുള്ള സെനറ്റ് അംഗങ്ങൾ നേരിട്ട അവഗണനയ്ക്കെതിരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് സെന്റർ സർവകലാശാലയിൽ ഇന്ന് കരിദിനമാചരിച്ചു. വൈസ് ചാൻസലർ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് മുസ്ലിം ലീഗും ആരോപിച്ചു. VC അത് CPM എന്താ പറയുന്നു അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഒരു റബ്ബർ സ്റ്റാമ്പിൻ്റെ ഒരു സ്വഭാവത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. വർഷങ്ങളായിട്ട് ഇപ്പോൾ ആ ഒരു കീഴ്വഴക്കാണ് കോഴിക്കോട് സർവകലാശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. SFI തടഞ്ഞ സെനറ്റ് അംഗങ്ങൾക്ക് പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. അടുത്ത യോഗത്തിൽ പോലീസ് സംരക്ഷണയിൽ പങ്കെടുക്കാനും കോടതി നിർദ്ദേശിച്ചു. അതേസമയം സെനറ്റ് അംഗങ്ങളുടെ പരാതിയെക്കുറിച്ച് അറിയില്ലെന്നാണ് വൈസ് ചാൻസലറുടെ മറുപടി. 24 തിരൂർ. രാഷ്ട്രപതിക്ക് കത്തയച്ചതിന് പിന്നാലെ ഗവർണർക്കെതിരെ നിലപാട് ഘടിപ്പിച്ച് സർക്കാർ. ഗവർണർ എല്ലാ പരിധികളും ലംഘിക്കുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശിച്ചു. പദവിയിലിരിക്കാൻ യോഗ്യനല്ലെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ തെളിയിച്ചെന്ന് മന്ത്രി P രാജീവും ഉത്തരം മുട്ടുമ്പോൾ ഗവർണർ കൊഞ്ഞനം കുത്തുകയാണെന്ന് മന്ത്രി K രാജനും പ്രതികരിച്ചു. രാഷ്ട്രപതിക്ക് കത്തയച്ചതിന് പിന്നാലെ ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനമാണ് CPIM സംസ്ഥാന സെക്രട്ടറിയും മന്ത്രിമാരും നടത്തിയത്. സർവകലാശാല ഭേദഗതി നിയമം രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കെ പഴയ നിയമം ഉപയോഗിക്കാനുള്ള ഗവർണറുടെ നീക്കം അധികാര ദുർവിനിയോഗവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഗവർണർ എല്ലാ പരിധികളെയും ലംഘിക്കുന്നു എന്നുള്ളതാണ് സമീപ ദിവസങ്ങളിൽ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം. നിയമസഭ പാസാക്കിയ ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനക്കയച്ച അതേ ഗവർണർ തന്നെ പഴയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അധികാരം പ്രയോഗിക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനയെ വെല്ലുവിളിക്കുന്നതുമായ രാഷ്ട്രീയ സമീപനമാണ്. അധികാരത്തിൽ കടിച്ചു തൂങ്ങി നയങ്ങൾ നിശ്ചയിക്കുകയാണ് ഗവർണറെന്ന് മന്ത്രി P രാജീവ്. അദ്ദേഹം രാഷ്ട്രപതിയുടെ പോലും അംഗീകരിക്കുന്നുവെങ്കിൽ ചാൻസലർ എന്ന നിലയിൽ ഒരു തീരുമാനവും നയപരമായി എടുക്കാൻ പാടില്ലാത്തതാണ്. അത് ഗൗരവമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ ഗവർണർ ഭരണഘടനയ്ക്ക് അനുസരിച്ചായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. അതിന് അദ്ദേഹം സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുന്നത് ഉചിതമായിരിക്കും. ഗവർണറെ കയറൂരി വിട്ടിരിക്കുകയാണെന്ന മന്ത്രി K രാജൻ. ഒരു താനിരിക്കുന്ന പോസ്റ്റിന് അതിന് സാമാന്യം പുലർത്തേണ്ട മാന്യത അദ്ദേഹം പുലർത്തിയില്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ആ വിധത്തിൽ താഴ്ന്ന ഒരാളായി അദ്ദേഹത്തെ വിലയിരുത്തും. അത് കേരളത്തിന് നല്ലതല്ല. ഒരു എക്സിക്യൂട്ടീവിന്റെ ചെയർമാൻ എന്ന നിലയിൽ ഗവർണർ കുറെ കൂടി മാന്യത കാണിക്കും. ഗവർണർക്കെതിരെ നൽകിയ കത്തിൽ കേന്ദ്രത്തിന്റെ നിലപാട് എന്താണെന്നാണ് സർക്കാർ ഉറ്റുനോക്കുന്നത്. 24 തിരുവനന്തപുരം. പാർലമെന്റിലെ MPമാർക്കെതിരായ കൂട്ട നടപടിയിൽ UDFന്റെ നേതൃത്വത്തിൽ രാജ്ഭവൻ ധർണ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ലോക്സഭയെയും രാജ്യസഭയെയും മോദി സർക്കാർ നോക്കുകുത്തിയാക്കുന്നുവെന്ന് VD സതീശൻ ആരോപിച്ചു. UDF കൺവീനർ MM ഹസൻ, K മുരളീധരൻ MP, മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, G ദേവരാജൻ തുടങ്ങിയ UDF നേതാക്കൾ സംസാരിച്ചു. സപ്ലൈകോ ക്രിസ്മസ് ചന്തയിൽ സബ്സിഡി സാധനങ്ങൾ ഇല്ലാത്തതിനെ തുടർന്ന് ഉദ്ഘാടന വേദിയിൽ പ്രതിഷേധിച്ച് വീട്ടമ്മമാർ. ഇതോടെ ഉദ്ഘാടനം നടത്താതെ മേയർ MK വർഗീസും P ബാലചന്ദ്രൻ MLAയും മടങ്ങി. നവകേരള സദസ്സിൽ 5 സ്റ്റാർ ഭക്ഷണവും പാവങ്ങൾക്ക് പട്ടിണിയും എന്നതാണ് സർക്കാർ നയമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ധനപ്രതിസന്ധി സപ്ലൈകോ ചന്തകളുടെ പ്രവർത്തനത്തെ ബാധിച്ചുവെന്ന് ഭക്ഷ്യമന്ത്രി GR അനിലും സമ്മതിച്ചു. കാരണം പൊതുവിപണിയിൽ അത്രയും വിലക്കയറ്റമാണ് സാർ. 1 കിലോ അരി കിട്ടണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില 45 രൂപയാണ്. മല്ലി മാത്രമല്ല, മല്ലി പരി വന്നിട്ട് പറയുന്നുണ്ട്. അത് മേടിക്കാൻ നോക്കുമ്പോൾ ചില്ലറിയില്ല. ഇന്നലെ വന്ന് പറഞ്ഞു ഇന്ന് വരുന്നു പറഞ്ഞു ഒന്നുമില്ല. ഈ വെളിച്ചെണ്ണ കൊടുത്ത് തേച്ചുകൊണ്ട് നമ്മുടെ വയറ് കഴിയും വയ്യാത്ത ആൾക്കാർക്ക്. 13 സബ്സിഡി ഉത്പന്നങ്ങളിൽ ആകെ ലഭ്യമായിരുന്നത് 4 എണ്ണം. ചെറുപയറും മല്ലിയും വെളിച്ചെണ്ണയും അരിയും മാത്രമാണ് തൃശൂർ വടക്കേ സ്റ്റാൻഡിലെ ക്രിസ്മസ് പുതുവത്സര ചന്തയിലുള്ളത്. ഇതോടെ നാട്ടുകാർ എതിർപ്പുമായി രംഗത്തെത്തി. ഉദ്ഘാടനത്തിനെത്തിയ മേയർ MK വർഗീസിനും തൃശൂർ MLA P ബാലചന്ദ്രനുമെതിരെ പ്രതിഷേധക്കാർ തിരിഞ്ഞതോടെ ഇരുവരും ചടങ്ങിൽ പങ്കെടുക്കാതെ മടങ്ങി. പട്ടിണിപ്പാവങ്ങളെ വെയിലത്തു നിർത്തി സാധനങ്ങളില്ലാതെ മടക്കി അയക്കുന്നത് വലിയ തെറ്റെന്ന് മേയർ. ഇവിടെ മല്ലിയും അതുപോലെ തന്നെ മറ്റേ
ചെറുപയറും മാങ്ങ മാത്രം അവിടെ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞുള്ള ഒരു വളരെ എന്തിന് ഈ പ്രഹസനം, മേയർ എന്തിന് ഇത് ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് എന്നോട് ആക്രോശിച്ചപ്പോൾ ഞാൻ അവരോട് ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചു, ഈ പറയുന്നതിനോട് എൻ്റെ സത്യം. അവരൊക്കെ വളരെ മൗനത്തിലിരിക്കുക. നവകേരള സദസ്സിൽ 5 സ്റ്റാർ ഭക്ഷണവും പാവങ്ങൾക്ക് പട്ടിണിയുമാണ് സർക്കാർ നയമെന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. നവകേരള സദസ്സിൽ 5 സ്റ്റാർ ഭക്ഷണമാണ് കൊടുത്തത്. പാവങ്ങൾക്ക് സബ്സിഡി സാധനം പോലും ഈ ക്രിസ്മസ് കാലത്ത്, ഈ ഫെസ്റ്റിവൽ സീസണിൽ കൊടുക്കാൻ പറ്റാത്ത ഗവൺമെന്റാണ് ഈ ആർഭാട സദസ്സ് നടത്തുന്നത്. സപ്ലൈകോയിൽ എല്ലാ സബ്സിഡി സാധനങ്ങളും ഇല്ലെന്നത് സത്യമെന്ന് പറഞ്ഞ ഭക്ഷ്യമന്ത്രി GR അനിൽ ധനക്കമ്മി സപ്ലൈകോയെ ബാധിച്ചുവെന്നും സമ്മതിച്ചു. 14-ൽ 13 ഉൽപ്പന്നങ്ങളും ഉടൻ എല്ലായിടത്തും ലഭ്യമാകും. അപ്പോൾ ടെൻഡർ നടപടികളിൽ സഹകരിക്കാത്ത ഒരു നിലപാട് പഞ്ചസാര വ്യാപാരികൾ എടുത്താൽ പിന്നെ അത് പുറത്ത് ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചു വന്ന് കൊണ്ട് വിൽക്കാൻ കഴിയില്ല. അപ്പോൾ അത് നടപടികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ പഞ്ചസാര വരുമെന്ന് ഉറപ്പുള്ളൂ. ബാക്കി 12 ഉൽപ്പന്നങ്ങൾ എല്ലാ ഔട്ട്ലെറ്റുകളിലേക്കും പരമാവധി ഈ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പഞ്ചസാര വ്യാപാരികൾ മാത്രം സപ്ലൈകോയുമായുള്ള ചർച്ചയിൽ പങ്കെടുത്തില്ല. എന്തായാലും ഒന്നുറപ്പാണ്, ഈ ക്രിസ്മസ് കാലം പൊതുജനങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ക്യാമറാമാൻ ഷാൻ ബാലകൃഷ്ണനൊപ്പം സൂരജ് സജി, 24. ഇനി ശബരിമല വാർത്തകളിലേക്ക്. ശബരിമലയിൽ വാരാന്ത്യമായതിന്റെ തീർത്ഥാടന തിരക്ക്. മണിക്കൂറുകൾ ക്യൂവിൽ നിന്നാണ് തീർത്ഥാടകർ ദർശനം നടത്തുന്നത്. തിരക്ക് കണക്കിലെടുത്ത് വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയതായി ശബരിമല സ്പെഷ്യൽ ഓഫീസർ KS സുദർശൻ 24-നോട് പറഞ്ഞു. ക്രിസ്തുമസ് അവധിക്കായി സ്കൂളുകളും കോളേജുകളും അടച്ചതോടെ ഇനിയും തിരക്ക് വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇന്നലെ 1,00,000-ലധികം പേർ ദർശനം നടത്തി. ഇന്നും 1,00,000-തിനടുത്ത ആളുകൾ ദർശനം നടത്തുമെന്നാണ് വിലയിരുത്തൽ. തീർത്ഥാടകരുടെ നീണ്ട നിര ഇന്നും മരക്കൂട്ടം വരെ നീണ്ടു. ഇടത്താവളങ്ങളിലും നിലയ്ക്കലിലും പമ്പയിലും നിയന്ത്രണം തുടരുകയാണ്. തിരക്ക് വർദ്ധിച്ചാലും ഭക്തർക്ക് സുഗമ ദർശനത്തിന് അവസരമൊരുക്കുമെന്ന് സ്പെഷ്യൽ ഓഫീസർ KS സുദർശൻ 24-നോട്. ഈ മണ്ഡലകാലത്തെ ശബരിമലയിൽ വരുന്ന ഭക്തജനങ്ങളുടെ സുരക്ഷിതത്വത്തിനും അവർക്ക് സുഗമമായിട്ടുള്ള ദർശനം സാധ്യമാക്കുന്നതിന് വേണ്ടി പോലീസ് വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. 10 DYSPമാരുടെയും 30 ഇൻസ്പെക്ടേഴ്സിൻ്റെയും കീഴിൽ 1400-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ മരക്കൂട്ട് മുതൽ സന്നിധാനം വരെയുള്ള സ്ഥലങ്ങളിൽ വിന്യസിച്ചിരിക്കുകയാണ്. പരമാവധി സഹകരിക്കണമെന്ന് മേൽശാന്തി PN മഹേഷ് നമ്പൂതിരി. ഭക്തജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ വേണ്ട രീതിയിൽ ആവാൻ വേണ്ടി എല്ലാവരും ഒത്ത് ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ശബരിമല സന്നിധാനത്തും എല്ലായിടത്തും കാണുന്നത്. നമ്മൾ കൂടുതൽ തിരക്കുകൾ ഇത് വരുമ്പോൾ കഴിയുന്നത്ര അതിനോട് അനുസരിച്ച് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ള ഒരു നിർദ്ദേശമാണ് പറയാനുള്ളത്. അതെ, മണിക്കൂറുകൾ ക്യൂവിൽ നിൽക്കുന്നവർക്ക് ആശ്വാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ പോലീസ് ലഡു വിതരണം നടത്തി. മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായുള്ള ദേവസ്വം ജീവനക്കാരുടെ കർപ്പൂരാഴി ഘോഷയാത്ര നാളെ നടക്കും. തങ്കേങ്കി ഘോഷയാത്ര നാളെ പന്തളത്ത് നിന്നും പുറപ്പെടും. വിവിധയിടങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി ഈ മാസം 26-നായിരിക്കും സന്നിധാനത്തെത്തുക. 27-നാണ് ഈ മണ്ഡലകാലത്തെ മണ്ഡലപൂജ നടക്കുക. മനു ദാമോദറിനൊപ്പം രാഹുൽ സുരേഷ്, 24 സന്നിധാനം. ഈ റിപ്പോർട്ടോടുകൂടി വാർത്താമഴയുടെ സമയം പൂർത്തിയാവുകയാണ്. നമസ്കാരം.